ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ജനുവരി 22, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഒരു വ്യക്തിയെ എപ്പോഴും പവർഫുൾ ആക്കുന്ന ഒന്നാണ് അറിവ്, നോളജ്. നമ്മളെന്നും കുറച്ച് സമയം അറിവിനു വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ജെഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ഇന്ന് ജനുവരി 22 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, വൈഷ്ണവ് ശർമ്മ ഈസ് ദി ഫസ്റ്റ് ഇന്ത്യൻ ടു ടേക്ക് എ ഹാട്രിക്. ഹാട്രിക് നേടുന്ന ആദ്യ ഇന്ത്യക്കാരി വൈഷ്ണവ് ശർമ്മ. സ്പോർട്സുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 അണ്ടർ-19 വനിതാ T20 ലോകകപ്പിൽ ഹാട്രിക് നേടിയ ആദ്യ ഇന്ത്യക്കാരി ആരാണ്? വൈഷ്ണവ് ശർമ്മ. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ഒരു വ്യക്തിയാണ് വൈഷ്ണവ് ശർമ്മ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അണ്ടർ-19 വനിതാ T20 ലോകകപ്പിൽ ഹാട്രിക് നേടുന്ന ആദ്യത്തെ വനിത. ഇതിനു മുമ്പ് ഒരേ ഒരു വ്യക്തി മാത്രമേ ഹാട്രിക് നേടിയിട്ടുള്ളൂ. ഇത് രണ്ടാമത്തെ, ഇന്ത്യയിൽ നിന്ന് ആദ്യത്തേതാണെങ്കിലും ഈ ഒരു മത്സരത്തിൽ രണ്ടാമത്തെ വ്യക്തിയാണ് ഹാട്രിക് നേടുന്നത്, വൈഷ്ണവ് ശർമ്മ. അണ്ടർ-19 വനിതാ T20 ലോകകപ്പിൽ ഹാട്രിക് നേടിയ ആദ്യ വ്യക്തി ആരാണ്? മാഡിസൺ ലാൻസ്മാൻ. നെതർലാൻഡ് താരമായിട്ടുള്ള മാഡിസൺ ലാൻസ്മാൻ ആണ് അണ്ടർ-19 വിമൻസ് T20 വേൾഡ് കപ്പിൽ ആദ്യമായിട്ട് ഹാട്രിക് നേടിയിട്ടുള്ളത്. 2023 നെതർലാൻഡ്സിന്റെ താരമായിട്ടുള്ള മാഡിസൺ ലാൻസ്മാൻ ഹാട്രിക് നേടിയിട്ടുള്ളത്. 2025 അണ്ടർ-19 വനിതാ T20 ലോകകപ്പിൽ വൈഷ്ണവ് ശർമ്മ ഏത് ടീമിനെതിരെയാണ് ഹാട്രിക് നേടിയത്? മലേഷ്യയായിട്ടുള്ള മത്സരത്തിലാണ് വൈഷ്ണവ് ശർമ്മ 4 ഓവറിൽ 5 റൺസ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് 5 വിക്കറ്റ് നേടിയിട്ടുള്ള താരം. ഹാട്രിക് നേടിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ വ്യക്തിയാണ്. അണ്ടർ-19 വിമൻസ് T20 വേൾഡ് കപ്പിൽ മലേഷ്യ 31 റൺസിലാണ് ഓൾ ഔട്ട് ആയിട്ടുള്ളത്. ഈ ഒരു മത്സരത്തിൽ വൈഷ്ണവ് ശർമ്മയുടെ ആദ്യത്തെ ഒരു മത്സരമായിരുന്നു അണ്ടർ-19 വനിതാ T20 ലോകകപ്പിൽ. 2025 ജനുവരി 18 മുതൽ ഫെബ്രുവരി 2 വരെ ഏത് രാജ്യത്താണ് അണ്ടർ-19 വനിതാ T20 ലോകകപ്പ് നടക്കുന്നത്? മലേഷ്യയിലാണ് ഇപ്പോൾ അണ്ടർ-19 വിമൻസ് T20 വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മത്സരത്തിലാണ് വൈഷ്ണവ് ശർമ്മ ഹാട്രിക് നേടിയിട്ടുള്ളത്. മലേഷ്യയുമായിട്ടുള്ള ഒരു മത്സരത്തിലാണ് വൈഷ്ണവ് ശർമ്മ ഈ ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഡിഫൻസ് മിനിസ്ട്രി സൈൻസ് 1561 crore കോൺട്രാക്ട് ഫോർ ബ്രിഡ്ജ് ലേയിങ് ടാങ്ക്സ്. പാലം സ്ഥാപിക്കുന്ന ടാങ്കുകൾക്കായി പ്രതിരോധ മന്ത്രാലയം 1561 കോടിയുടെ കരാറിൽ ഒപ്പുവെച്ചു. ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയുള്ള ഒരു കോൺട്രാക്ട് ആണ് 1561 കോടി രൂപയുടെ ഒരു കോൺട്രാക്ട്. ഇത് ബ്രിഡ്ജ് ലേയിങ് ടാങ്ക്സ് വാങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു കോൺട്രാക്ട് ആണ്. മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയുള്ള ഒരു കരാർ. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജനുവരി 21 പ്രതിരോധ മന്ത്രാലയം ഹെവി വെഹിക്കിൾസ് ഫാക്ടറിയുമായി ഏതുതരം യുദ്ധ ടാങ്കുകൾക്കായുള്ള കരാറിൽ ഒപ്പുവെച്ചു? T-72 ബ്രിഡ്ജ് ലേയിങ് ടാങ്കുകൾ, BLT. T-72 BLT എന്നറിയപ്പെടുന്ന ഈ ഒരു ടാങ്ക് 47 ടാങ്ക് ആണ് 1561 കോടി രൂപയ്ക്ക് മിനിസ്ട്രി ഓഫ് ഡിഫൻസും ഹെവി വെഹിക്കിൾസ് ഫാക്ടറിയുമായിട്ടുള്ള ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. ഈ ഒരു ടാങ്ക് അറിയപ്പെടുന്നത് BLT-72 എന്ന പേരിലാണ്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് പാലം നിർമ്മിക്കാൻ സാധിക്കുന്ന, മിലിറ്ററി എഞ്ചിനീയേഴ്സിന്റെ ഏറ്റവും കഴിവ് പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ടാങ്ക് ആണ് BLT-72 എന്ന് പറയുന്ന ടാങ്ക്. ഇതിൽ 2 പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന, ഏതാണ്ട് 60 km/h സ്പീഡ് ഉള്ള 780 ഹോഴ്സ് പവറിന്റെ അത്രയും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, ഏതൊരു പ്രദേശത്തും ഏത് നിമിഷം കൊണ്ട് പാലം പണിതുകൊണ്ട് ആ ഒരു ബാറ്റിൽ ഫീൽഡ് പവർഫുൾ ആക്കുന്ന രീതിയിലുള്ള ഒരു ടാങ്ക് ആണ് BLT-72 എന്ന് പറയുന്ന ഈ ഒരു ടാങ്ക്. T-72 ബ്രിഡ്ജ് ലേയിങ് ടാങ്കുകൾക്കായുള്ള ഹെവി വെഹിക്കിൾ ഫാക്ടറി എവിടെയാണ്? ചെന്നൈയിലെ ആവടി. ചെന്നൈക്കടുത്തുള്ള ആവടി എന്ന പ്രദേശത്താണ് T-72 ബ്രിഡ്ജ് ലേയിങ് ടാങ്കുകൾ പണിയുന്ന ഹെവി വെഹിക്കിൾസ് ഫാക്ടറി ഉള്ളത്. ആവടിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറിയാണ് ഹെവി വെഹിക്കിൾസ് ഫാക്ടറി. ഇവിടെയാണ് T-72 ബ്രിഡ്ജ് ലേയിങ് ടാങ്ക്സ് BLT നിർമ്മിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 1561 കോടി രൂപയുടെ ഒരു കരാർ ആണ് ഇവിടെ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഒപ്പുവെച്ചിട്ടുള്ളത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, വേൾഡ് ലീഡേഴ്സ് ബിസിനസ് ഹെഡ്
ആൻഡ് ടോപ്പ് എക്സ്പേർട്ട് ഗ്യാദർ അറ്റ് ഡാവോസ് 2025. ലോക നേതാക്കളും ബിസിനസ് മേധാവികളും ഉന്നത വിദഗ്ധരും 2025 ഡവോസിൽ ഒത്തുകൂടുന്നു. ഇന്ന് ഡവോസ് എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാ പത്രങ്ങളിൽ കാണുന്ന ഒന്നാണ്. കാരണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വേൾഡ് എക്കണോമിക് ഫോറം ഏതൊരു പത്രത്തിലും അതുപോലെ തന്നെ ബിസിനസ് പേജിലും എടുത്തു കാണിക്കുന്ന രീതിയിലുള്ള ഒരു വിശേഷമാണ് ഡവോസിനെ കുറിച്ച്. മിക്കവാറും സംസ്ഥാനങ്ങളിൽ തന്നെ ഉള്ള പല വ്യക്തികളും ഡവോസിലാണ്. അതായത് ഓരോ സംസ്ഥാനത്തിലെയും പല റെപ്രസെൻറ്റേറ്റീവ്സും ഇന്ന് ഡവോസിലുണ്ട്. കാരണം അത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ആണ്, ഒരു ഫോറം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഫോറത്തെ പറയുന്നതാണ് വേൾഡ് എക്കണോമിക് ഫോറം. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ 2025 വാർഷിക യോഗം 2025 ജനുവരി 20 മുതൽ 24 വരെ എവിടെ നടക്കും? ഡവോസ്, സ്വിറ്റ്സർലാൻഡ്. എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മീറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു എക്കണോമിക് ഫോറം ആണ് വേൾഡ് എക്കണോമിക് ഫോറം. ഈ വർഷം ജനുവരി 20 മുതൽ 24 വരെയാണ് സ്വിറ്റ്സർലാൻഡിലെ ഡവോസ് എന്ന സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും ഈ ഒരു മീറ്റിംഗ് നടക്കുന്നതും സ്വിറ്റ്സർലാൻഡിലാണ്. ഡവോസ് 2025 പ്രമേയം എന്താണ്? ബുദ്ധിപരമായ യുഗത്തിനായുള്ള സഹകരണം, കൊളാബറേഷൻ ഫോർ ദ ഇന്റലിജന്റ് ഏജ് എന്ന ഒരു തീം ആണ് ഡവോസ് 2025 ഈ പ്രാവശ്യത്തെ തീം, വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ തീം. എത്ര രാജ്യങ്ങൾ ഡവോസിൽ പങ്കെടുക്കുന്നു? 130ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 3000 നേതാക്കൾ, ഏതാണ്ട് 3000 ലീഡേഴ്സ് ആണ്. ഈ 3000 ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ അത് പൊളിറ്റിക്കൽ ലീഡേഴ്സിനേക്കാൾ ഉപരി ഇവരെല്ലാവരും എക്കണോമിക്കായിട്ട് ബന്ധപ്പെട്ട്, സാമ്പത്തികമായി ബന്ധപ്പെട്ട് പല രാജ്യങ്ങളിലെയും പല സ്ഥാപനങ്ങളുടെയും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ആണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ പല രാജ്യങ്ങളിലെ വ്യക്തികൾ ഇവരെ ആ രാജ്യത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള പല രീതിയിലുള്ള മീറ്റിംഗ്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഡവോസിൽ. ഇതനുസരിച്ച് കേരളം അതുപോലെ തന്നെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ ടീം അവിടെ ഡവോസിൽ എത്തിയിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി, അവരുടെ സംസ്ഥാനങ്ങളിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി നടക്കുന്നത് ഡവോസിലാണ്. ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കൊളോണി, സ്വിറ്റ്സർലാൻഡ്. സ്വിറ്റ്സർലാൻഡിലെ കൊളോണിയിലാണ് ദ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. 1971 ജനുവരി 24 ലോക സാമ്പത്തിക ഫോറം സ്ഥാപിച്ചത് ആരാണ്? ജർമ്മൻ എഞ്ചിനീയർ ക്ലോസ് ഷോബ്. ജർമ്മൻ എഞ്ചിനീയർ ക്ലോസ് ഷോബ് സ്ഥാപിച്ച 1971 ജനുവരി 24 ഒന്നാണ് വേൾഡ് എക്കണോമിക് ഫോറം. ഇന്നിപ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് വേൾഡ് എക്കണോമിക് ഫോറം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വിറ്റ്സർലാൻഡിലെ ഡവോസ് എന്ന സ്ഥലത്താണ്. ഏതാണ്ട് 3000-ഓളം ലീഡേഴ്സ്, അതായത് ബിസിനസ് ലീഡേഴ്സ് ഒത്തുകൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഡവോസ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് 10th ആനിവേഴ്സറി ഓഫ് ദി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സ്കീം. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ 10ാം വാർഷികം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി നടപ്പിലാക്കിയിട്ടുള്ള ഒരു സ്കീം ആണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സ്കീം. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ 10ാം വാർഷികം ഏത് തീയതിയിലാണ് ആഘോഷിക്കുന്നത്? 2025 ജനുവരി 22. ഇന്ന് ജനുവരി 22. ഇന്നാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന സ്കീം ഇതിന്റെ ആരംഭം. 2015 ജനുവരി 22 ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന സ്കീം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോൾ 10 വർഷം കഴിഞ്ഞിരിക്കുകയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന ഒരു സ്കീം. ഇന്ന് നോർത്ത് ഇന്ത്യൻസിലെ ചില ഗ്രാമങ്ങളിൽ പറയുമ്പോൾ കുട്ടികളുടെ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ പഠനത്തിന് വേണ്ടി താല്പര്യം വളരെ കുറവാണ്. അതിനെ മറികടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്കീം ആണ് ബേട്ടി ബച്ചാവോ. അതായത് പെൺകുട്ടികളെ രക്ഷിക്കൂ എന്ന ഒരു വാക്കാണ് ബേട്ടി ബച്ചാവോ എന്ന് പറയുന്നതുകൊണ്ട്. ഒപ്പം ബേട്ടി പഠാവോ, പെൺകുട്ടികളെ പഠിപ്പിക്കൂ എന്ന ഒരു സ്കീം ആണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി ഏത് മന്ത്രാലയത്തിന്റെ പരിപാടിയാണ്? വനിതാ ശിശു വികസന മന്ത്രാലയം. മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഒരു സ്കീം ആണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. മിനിസ്ട്രി ഓഫ് വിമൻസ് ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യ, ഇതിന്റെ മിനിസ്റ്റർ ആണ് അന്നപൂർണ ദേവി. അന്നപൂർണ ദേവിയാണ് മിനിസ്ട്രി ഓഫ് വുമൻസ് ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് യൂണിയൻ മിനിസ്റ്റർ. 2014-15 918 ആയിരുന്ന ദേശീയ ജനന ലിംഗാനുപാതം 2023-24 എത്ര അനുപാതത്തിലെത്തി? 930. അതായത് 2014-15 918 എന്ന ലിംഗാനുപാതം 1000 മെയിലിന് 918 പെൺകുട്ടികൾ എന്ന ആ ഒരു സെക്സ് റേഷ്യോ ഇന്നിപ്പോൾ അത് മാറി
930 എന്ന ലെവലിലേക്ക് നാഷണൽ ആവറേജ് എത്തി. പെൺകുട്ടികൾക്ക് ആ ലിംഗാനുപാതം ഏതാണ്ട് ഈക്വൽ ലെവലിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. 2014-15 918 ആയിരുന്ന ഒന്നാണ് ഇപ്പോൾ 930 എത്തിയിട്ടുള്ളത്. 2025 ജനുവരി 22 മുതൽ ആരംഭിക്കുന്ന ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ 10ാം വാർഷികാഘോഷം ഏത് ദിവസമാണ് അവസാനിക്കുക? അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8. പ്രോഗ്രാംസ് ഇന്ന് ആരംഭിക്കുകയും ഇതിന്റെ അവസാനം എന്ന് പറയുമ്പോൾ മാർച്ച് 8-ാം തീയതിയാണ് ഇന്റർനാഷണൽ വിമൻസ് ഡേ ആയി ബന്ധപ്പെട്ട ആ ദിവസമാണ് ഇതിന്റെ അവസാനം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് പ്രൈം മിനിസ്റ്റർ മോദി പ്രൈസസ് G20 ഷെർപ്പ അമിതാഭ് കാന്ത്സ് ബുക്ക് ഹൗ ഇന്ത്യ സ്കെയിൽഡ് മൗണ്ട് G20. G20 ഷെർപ്പ അമിതാഭ് കാന്തിന്റെ ഹൗ ഇന്ത്യ സ്കെയിൽഡ് മൗണ്ട് G20 എന്ന പുസ്തകത്തെ പ്രധാനമന്ത്രി മോദി പ്രശംസിച്ചു. അമിതാഭ് കാന്ത് എന്ന വ്യക്തി എഴുതിയിട്ടുള്ള പുസ്തകമാണ് ഹൗ ഇന്ത്യ സ്കെയിൽ MT-G20. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഹൗ ഇന്ത്യ സ്കെയിൽഡ് മൗണ്ട് G20 എന്നതിന്റെ രചയിതാവ് ആരാണ്? അമിതാഭ് കാന്ത്. ഇന്ത്യ ആയിരുന്നു കഴിഞ്ഞ വർഷം G20 പ്രസിഡൻസി. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ് അമിതാഭ് കാന്ത് പുറത്തിറക്കിയിട്ടുള്ളത്. നീതി ആയോഗിന്റെ മുൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും നിലവിൽ ഇന്ത്യയുടെ G20 ഷെർപ്പയുടെ പേര് അമിതാഭ് കാന്ത്. G20 ഇപ്പോഴത്തെ ഇന്ത്യയുടെ G20 ഷെർപ്പയാണ് അമിതാഭ് കാന്ത്. ഇപ്പോൾ G20യുടെ പ്രസിഡൻസിയാണ് ബ്രസീൽ. G20 ആയി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട കോർഡിനേറ്റർ എന്ന് പറയുമ്പോൾ അത് ഷെർപ്പയാണ്. G20യുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഷെർപ്പയാണ് അമിതാഭ് കാന്ത്. ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് അടുത്തിടെ പുറത്തിറങ്ങിയ ഹൗ ഇന്ത്യ സ്കെയിൽ മൗണ്ട് G20 എന്ന പുസ്തകം? ഇന്ത്യയുടെ പ്രസിഡൻസി കീഴിലുള്ള ആദ്യത്തെ G20 ഉച്ചകോടി. ഇന്ത്യ കഴിഞ്ഞ വർഷം, അതായത് 2023 മുതൽ 2024 നവംബർ വരെയായിരുന്നു G20യുടെ പ്രസിഡൻസി ഇന്ത്യക്ക്. ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പുസ്തകമാണ് അമിതാഭ് കാന്ത് പുറത്തിറക്കിയിട്ടുള്ള ഹൗ ഇന്ത്യ സ്കെയിൽഡ് മൗണ്ട് G20 എന്ന പുസ്തകം. വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് ഇന്ത്യ G20 പ്രസിഡൻസി അത് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഈ പ്രാവശ്യത്തെ G20 പ്രസിഡൻസി അതുള്ളത് ബ്രസീലിനാണ്. അടുത്ത വർഷം G20 പ്രസിഡൻസി അത് ബ്രസീൽ സൗത്ത് ആഫ്രിക്ക കൈമാറും. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ് മേഘാലയ, ത്രിപുര, മണിപ്പൂർ സെലിബ്രേറ്റഡ് സ്റ്റേറ്റ്ഹുഡ് ഡേ. മേഘാലയ, ത്രിപുര, മണിപ്പൂർ സംസ്ഥാന രൂപീകരണ ദിനം ആഘോഷിച്ചു. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. മണിപ്പൂർ, മേഘാലയ, ത്രിപുര എന്നിവ അവരുടെ 53ാമത് സംസ്ഥാന പദവി ദിനം ആഘോഷിച്ചത് ഏത് തീയതിയിലാണ്? ജനുവരി 21. അപ്പൊ ജനുവരി 21-ാം തീയതിയാണ് 53ാമത്തെ സ്റ്റേറ്റ്ഹുഡ് ഡേ. മണിപ്പൂർ, മേഘാലയ, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളുടെ മണിപ്പൂർ, മേഘാലയ, ത്രിപുര എന്നിവ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളായി മാറിയത് ഏത് വർഷമാണ്? ജനുവരി 21, 1972. 1972 ജനുവരി 21-ാം തീയതിയാണ് മണിപ്പൂർ, മേഘാലയ, ത്രിപുര ഇന്ത്യയുടെ 3 സംസ്ഥാനമായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇന്നലെ, അതായത് ജനുവരി 21-ന് ഈ 3 സംസ്ഥാനങ്ങൾ സംസ്ഥാന പദവി ദിനം സ്റ്റേറ്റ്ഹുഡ് ഡേ ആയിട്ട് ആഘോഷിച്ചിട്ടുള്ളത്. നമ്മളിന്ന് 20ഓളം കറണ്ട് അഫയേഴ്സും അതുമായി ബന്ധപ്പെട്ട GK ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ജഡീസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.